ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 4 അതീന്ദ്രിയജ്ഞാനം. ശ്ലോകം 36. അഭിച്ഛേദസി പാപേഭ്യഃ സർവേഭ്യഃ പാപകൃത്തമഃ സർവം ജ്ഞാനപ്ലവേനൈവ വൃജിനം സംതരിഷ്യസി. വിവർത്തനം. പാപികളിൽ വെച്ച് മഹാപാപിയാണെന്നിരിക്കലും അതീന്ദ്രിയജ്ഞാനമാകുന്ന തോണിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ നിനക്ക് ഈ ദുഃഖസമുദ്രം തരണം ചെയ്യാൻ സാധിക്കും. ഭാവാർത്ഥം. കൃഷ്ണനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള തൻ്റെ മൂലസ്വരൂപത്തെക്കുറിച്ച് വ്യക്തമായി അറിയുക എന്നത് എത്ര മനോഹരമാണ്. അജ്ഞാനമാകുന്ന സമുദ്രത്തിലെ നിലയ്ക്കാത്ത ജീവിത സമരത്തിൽ നിന്ന് ഒരാളെ ക്ഷണേന രക്ഷപ്പെടുത്തുവാൻ അതിനു കഴിയും. ഭൗതിക ലോകത്തെ ചിലപ്പോൾ അജ്ഞാന സമുദ്രമായും ചിലപ്പോൾ ആളിക്കത്തുന്ന ആരണ്യമായും വിശേഷിപ്പിക്കാറുണ്ട്. എത്ര നിപുണനായ നീന്തൽക്കാരനായാലും ശരി, കടലിൽ ജീവൻ നിലനിർത്താനായുള്ള സമരം കടുത്തതാണ്. ആ നീന്തൽക്കാരനെ പിടിച്ചു കയറ്റാൻ വരുന്ന ആളാണ് ഉത്തമനായ രക്ഷകൻ. ഭഗവാനിൽ നിന്ന് ലഭിക്കുന്ന സമ്പൂർണ്ണ ജ്ഞാനമാണ് മുക്തിക്കുള്ള മാർഗം, കൃഷ്ണാവബോധം. ഈ തോണി വളരെ ലളിതമാണ്, അത്ര തന്നെ ശ്രേഷ്ഠവും. ശ്ലോകം 37. യഥൈധാംസി സമിദ്ധോഗ്നിർ ഭസ്മസാത് കുരുതേർജുന ജ്ഞാനാഗ്നിഃ സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. വിവർത്തനം. അല്ലയോ അർജുന, കത്തുന്ന തീ വിറകിനെ എന്ന പോലെ ജ്ഞാനമാകുന്ന അഗ്നി സർവകർമ്മഫലങ്ങളെയും ഭസ്മമാക്കുന്നു. ഭാവാർത്ഥം. ജീവാത്മാവ്, പരമാത്മാവ്, ഇവരുടെ പരസ്പര ബന്ധം എന്നിവയെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തെ ഇവിടെ അഗ്നിയോട് ഉപമിച്ചിരിക്കുന്നു. പാപകർമ്മങ്ങളുടെ മാത്രമല്ല, പുണ്യകർമ്മങ്ങളുടെയും ഫലങ്ങൾ ഈ അഗ്നിയിൽ ചാമ്പലാകുന്നു. കർമ്മത്തിൻ്റെ പ്രതിപ്രവർത്തനങ്ങൾക്ക് പല അവസ്ഥകളുണ്ട്. അങ്കുരാവസ്ഥ, ഫലോദയാവസ്ഥ, നേടിക്കഴിഞ്ഞ അവസ്ഥ, വരാനിരിക്കുന്ന അവസ്ഥ. എന്നാൽ ജീവസത്തയുടെ മൂലസ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഇവയെ മുഴുവൻ ഭസ്മീകരിക്കും. ഒരാൾ പൂർണ്ണജ്ഞാനാവസ്ഥയിലെത്തുമ്പോൾ കഴിഞ്ഞതും കഴിയാനിരിക്കുന്നതുമായ എല്ലാ കർമ്മഫലങ്ങളും നശിച്ചുകൊള്ളും. വേദങ്ങൾ ഘോഷിക്കുന്നു, ഉഭേ ഉഹൈവൈഷ ഏതേ ധരത്യമൃതഃ സാത്വത സാധുനി. ഒരാൾ പുണ്യപാപഫലങ്ങൾക്ക് അതീതനാകുന്നു. ബൃഹദാരണ്യകോപനിഷത്ത് 4:4-22. ശ്ലോകം 38. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗസംസിദ്ധഃ കാലേനാത്മനി വിന്ദതി. വിവർത്തനം. ഈ ലോകത്തിൽ അതീന്ദ്രിയജ്ഞാനം പോലെ പരിശുദ്ധവും ശ്രേഷ്ഠവുമായ മറ്റൊന്നില്ല. ആ ജ്ഞാനം ആധ്യാത്മിക ദർശനത്തിൻ്റെ പരിപക്വ ഫലമാണ്. ഭക്തിയോഗ പരിശീലനത്തിൽ പ്രാവീണ്യം നേടിയ ഒരാൾക്ക് കാലക്രമേണ ഈ ജ്ഞാനം സ്വയം ആസ്വദിക്കാൻ കഴിയും. ഭാവാർത്ഥം. അതീന്ദ്രിയജ്ഞാനമെന്ന് പറയുമ്പോൾ ആധ്യാത്മികമായ അറിവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ അറിവിനേക്കാൾ മഹത്തായോ വിശുദ്ധമായോ ഒന്നും തന്നെയില്ല. മനുഷ്യന് ബന്ധകാരണം അജ്ഞാനമത്രേ. മുക്തിക്ക് ഹേതു ജ്ഞാനവും. ഭക്തിഭരിതമായ സേവനത്തിൻ്റെ പരിപക്വ ഫലമാണ് ഈ ജ്ഞാനം. അത് സിദ്ധിച്ചവന് സമാധാനം തേടി അലയേണ്ടി വരില്ല. ശാന്തി തന്നിൽ തന്നെ അനുഭവപ്പെടും. ഈ ശാന്തിയും ജ്ഞാനവും കൃഷ്ണാവബോധത്തിൽ എത്തിക്കുന്നു. ഇതാണ് ഭഗവത്ഗീതയുടെ പരമമായ സന്ദേശം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.